തുടരും എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഷൺമുഖൻ എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയുടെ റോളിലേക്ക് തങ്ങൾ സമീപിച്ച നായികമാരെക്കുറിച്ച് സംവിധായകൻ തരുൺ മൂർത്തിയും സംവിധായകൻ ബിനു പാപ്പനും എല്ലാം സംസാരിച്ചിരുന്നു. തമിഴ് നടി ജ്യോതികയും നടിയും നർത്തകിയുമായ മേതൽ ദേവികയുമെല്ലാം തങ്ങൾ സമീപിച്ചുവെന്നും എന്നാൽ അവർക്കെല്ലാം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്ന് ഇവർ പറഞ്ഞത് ശോഭനയുടെ റോളിലേക്ക് നടി മഞ്ജു വാര്യരെ വിളിച്ചതായി പറയുകയാണ് നിർമ്മാതാവ് രഞ്ജിത്ത് രജപുത്ര. മഞ്ജുവിനെ വിളിക്കുന്നത് താനാണെന്നും തരുണിന്റെ നിർദ്ദേശപ്രകാരമാണ് അവരെയൊക്കെ വിളിച്ചതെന്നും രഞ്ജിത്ത് പറയുന്നു. ക്യാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രഞ്ജിത്ത്. എപ്പോഴും കാണുന്ന കോമ്പിനേഷൻ എങ്ങനെയാണെങ്കിലും ഒഴിവാക്കണമെന്ന് തരുൺ ആദ്യം മുതലേ പറയുന്നതാണ്. അത് സുനിലും പറഞ്ഞിരുന്നു. നമുക്ക് മുഴുവൻ പേരെയും ട്രൈ ചെയ്യാമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അതിന് പറ്റുന്ന ആളുകളുടെ പേര് പറയുക. നമ്മുടെ പല ആളുകളെയും ആ തരത്തിൽ കോണ്ടാക്ട് ചെയ്തിരുന്നു. അതിനകത്ത് തരുൺ തന്നെ ജ്യോതികയെ പോയി കണ്ട് കാര്യം പറഞ്ഞിരുന്നില്ലേ? അതുപോലെ തന്നെ ഞാൻ തന്നെയാണ് മഞ്ജുവിനെ വിളിക്കുന്നത്. മേതിൽ ദേവികയെയും ഞാൻ വിളിച്ചിരുന്നു. ഇതെല്ലാം തരുൺ പറഞ്ഞിട്ടാണ് ഇവർക്കെല്ലാം പല അസൗകര്യങ്ങളും കാര്യങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പേ തൊട്ടേ ശോഭന ആയാലോ എന്ന് തരുൺ ചോദിക്കാറുണ്ട്. ശോഭനയുടെ കാര്യം എനിക്കറിയാം. അവർക്ക് ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ട്. എനിക്കും ചിപ്പിക്കും വളരെ അടുപ്പവും പരിചയവും അവരുമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവരെ വിളിച്ചു. പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരുപാട് പ്രോഗ്രാമുകൾ ഈ സമയത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മോഹൻലാലിനെ പോലെ ഒരാളെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ എങ്ങനെ പ്രോഗ്രാമിനായി പോകുന്നത് ശരിയാകുമോ? ആദ്യം നിർമ്മാതാവ് തീരുമാനിക്കണം. നല്ല നഷ്ടം വരുമെന്ന് പറഞ്ഞു. എല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്. നല്ല നഷ്ടം വരും. എനിക്കിടയിൽ മദ്രാസിൽ പോയി പ്രോഗ്രാം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അംബാനിയുടെ പ്രോഗ്രാം എല്ലാം ഉണ്ട്. അതെല്ലാം ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ്. വളരെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ചാലോ എന്ന് ചോദിച്ചു. ആലോചിക്കുന്നതിന് മുമ്പ് ഇതിന്റെ കഥയൊന്ന് കേൾക്ക് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ചു. കഥ കൊള്ളാം, നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ ഡേറ്റുകൾ എനിക്ക് അയച്ചതാ. അതിനനുസരിച്ച് ഞാൻ തരുണിനോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ കമ്മിറ്റ് ചെയ്തതും വന്ന് അഭിനയിക്കുന്നതും. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യമായി മാറി, രഞ്ജിത്ത് പറഞ്ഞു.